ഒരു റൂറൽ ക്രൈം ത്രില്ലർ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അജ്ഞാതവാസി എന്നാണ് സിനിമയുടെ പേര്. C5 സ്ട്രീം ചെയ്യുന്നത്. സോ എപ്പോഴും ക്രൈം ത്രില്ലർ പറയുമ്പോൾ ഒന്നെങ്കിൽ കന്നഡ അല്ലെങ്കിൽ തെലുങ്ക്, ഇവരാണ് ഏറ്റവും അടിപൊളിയായിട്ട് എടുക്കുക. ഇത് ബേസിക്കലി ഒരു കന്നഡ സിനിമയാണ്. C5 സ്ട്രീം ചെയ്യുന്നത്. ഈ പങ്കജ് ത്രിപാഠിയുടെ ക്രിമിനൽ ജസ്റ്റിസിന്റെ പുതിയ സീസൺ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് കാണാൻ വേണ്ടിയിരിക്കുമ്പോൾ അത് ആകെ 3 എപ്പിസോഡ് ഇറങ്ങിയിട്ടുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു മൊത്തം ഇറങ്ങുമ്പോൾ കാണാൻ വേണ്ടി ഈ പടം കണ്ടു. അത്യാവശ്യം നൈസ് പടം കേട്ടോ. ശരിക്കും നമുക്ക് യൂഷ്വൽ ആയിട്ട് കാണുന്ന ക്രൈം ത്രില്ലർ പോലെയല്ല. അതിലെങ്ങനെയാണെന്ന് വെച്ചാൽ അവസാനം ആരാണ് പ്രതി അല്ലെങ്കിൽ ആരാണ് കൊലപാതകി അതിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുമ്പോൾ ഇവിടെ മോട്ടീവിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആൻഡ് ഇതൊരു നോൺ ലീനിയർ വേ ഓഫ് സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞു പോകുന്ന സിനിമയാണ്. അത്യാവശ്യം നല്ലോണം ക്ഷമമാണ്. 1 മണിക്കൂർ 55 മിനിറ്റ് എന്തോ ആണ്. പക്ഷെ ഞാൻ ഈ സിനിമ 8 മണിക്ക് കാണാൻ തുടങ്ങിയിട്ട് കഴിഞ്ഞപ്പോൾ 12 മണിയായി. കാരണം കുറച്ചു നേരം കാണും, ഭയങ്കര സ്ലോ ആയിട്ട് നിർത്തും, പിന്നെയും കാണാൻ തോന്നും, പിന്നെ ഇരുന്ന് കാണും, അങ്ങനെയാണ്. അപ്പൊ ഈ ആദ്യം ഒരു സീൻ അവർ കാണിക്കും. ആ സീൻ ചിലപ്പോൾ അവർ കൊണ്ട് കണക്ട് ചെയ്യുന്നത് ഇന്റർവെല്ലിന് ശേഷമായിരിക്കും. പക്ഷെ ആ കണക്ഷൻ പറയുന്ന ഭയങ്കര സ്മൂത്ത് ആണ്. നമുക്ക് ഒട്ടും ആർട്ടിഫിഷ്യാലിറ്റി തോന്നില്ല. ഇത് ചില സമയത്ത് നമ്മൾ ആലോചിക്കും ഇത് എന്തോന്നടെ ഇങ്ങനെ, ഇത് ലോജിക് ഇല്ലല്ലോ വിചാരിക്കുമ്പോൾ അതിന് അവരൊരു പ്രോപ്പർ ഡീറ്റെയിലിംഗ് തരും. അതൊക്കെയാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. പക്ഷെ ഭയങ്കര സ്ലോ ആയിട്ട് പോണ പടം. ചില സമയത്തൊക്കെ നമുക്കൊരു നോവൽ വായിക്കുന്ന പോലെ തോന്നും. ആൻഡ് ഈ സിനിമയെ എടുത്ത് എലവേറ്റ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫിയും അതേപോലെ തന്നെ മ്യൂസിക്കും ആണ്. പല സ്ഥലത്തും മ്യൂസിക് വർക്ക് അടിപൊളിയായിരുന്നു. ആൻഡ് ഫ്രെയിംസും അതുപോലെ തന്നെ ചില വിഷ്വൽസ് ഒക്കെ നല്ല രസമുണ്ടായിരുന്നു. വൺസ് ഈ സിനിമ സീരിയസ് മോഡിലോട്ട് പോയാൽ കൂടി ചില സ്ഥലത്ത് അവിഞ്ഞ കോമഡി കൊണ്ടേ കുത്തിക്കയറ്റിയിട്ടുണ്ട്. അത് അൺഅക്സെപ്റ്റബിൾ ആണ്. അത് ഒരു ആവശ്യമില്ല തോന്നും. പക്ഷെ ചില സാധനങ്ങളൊക്കെ അടിപൊളിയായിട്ടോ. അതിൽ പെർഫോമൻസ് വൈസ് ഒരു കൊച്ചു അഭിനയിച്ചിട്ടുണ്ട്. ആ കൊച്ചു കിടിലൻ ലുക്കുമാണ്. ആൻഡ് പെർഫോമൻസ് അടിപൊളിയായിരുന്നു. പിന്നെ ഒരു പോലീസ് ഓഫീസർ ആയിട്ട് ഒരു വയസ്സായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട്. അയാൾ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല രസമാണ്. മനസ്സിൽ സിനിമ കഴിഞ്ഞു വിചാരിക്കുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ എങ്ങനെ എത്ര ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ അവിടെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരും. പക്ഷെ എന്നാലും ഒരു സീറ്റ് ഓഫ് ദ എഡ്ജ് ത്രില്ലർ അല്ലെങ്കിൽ സ്പൈൻ ചില്ലിംഗ് എഫക്റ്റ് ഒന്നും കിട്ടുമൊന്നുമില്ല. എന്നാലും നല്ലൊരു ഡീസന്റ് ത്രില്ലർ ആയിട്ടാണ് ബേസിക്കലി എനിക്ക് തോന്നിയത്. ഈ കന്നഡ ഭാഷയിൽ മാത്രമാണ് അവൈലബിൾ. അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ വെച്ച് സിനിമ കാണുന്നവരാണെന്ന് വെച്ചാൽ കണ്ടുനോക്കാം. ഇതേപോലെ തന്നെ C5 അയ്യാന മനെ പറഞ്ഞിട്ട് ഒരു ക്രൈം ത്രില്ലർ, റൂറൽ ക്രൈം ത്രില്ലർ സീരീസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഏകദേശം എനിക്ക് തോന്നുന്നു 18 മിനിറ്റിന്റെ 5 എപ്പിസോഡാണ്. 90 മിനിറ്റ് കാര്യങ്ങളൊക്കെ എന്തോ ഉണ്ടായില്ല, 18, 50, 40, 90 മിനിറ്റ് എന്തോ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് ഓരോ എപ്പിസോഡായിട്ട് പ്രസന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വലിയ ലാഗും കാര്യങ്ങളും തോന്നിയില്ല. ഇത് ഏകദേശം വന്നിട്ട് 1 മണിക്കൂർ 50 മിനിറ്റ് കാര്യങ്ങൾ എന്തോ ഉള്ളൂ. പക്ഷെ ഇത് എന്താ വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ ഈ സ്ലോ പേസ്ഡ് ആയതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. ചിലവർക്ക് ഇത് ഭയങ്കര ഇഷ്ടം, ചിലർക്ക് ഒട്ടും വർക്കാവില്ല. എനിക്ക് അത്യാവശ്യം നല്ലൊരു സിനിമയായിട്ടാണ് തോന്നി.